പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം ഹെഡിങ്ങിനെയാണ് യേശുവും സമരിയക്കാരി. യേശു സമരിയ ദേശത്തൂടെ കടന്നു പോവുകയാണ്. ശിഷ്യന്മാർ കൂടെയുണ്ട്. സിക്കാർ പട്ടണത്തിലെത്തി. അവിടെയാണ് യാക്കോബിൻ്റെ കിണർ. യേശു കിണറ്റിനരികിരുന്നു. ദാഹിക്കുന്നുണ്ടായിരുന്നു. ശിഷ്യന്മാർ അടുത്ത പട്ടണത്തിലേക്ക് പോയി ഭക്ഷണം വാങ്ങിക്കാൻ. ആ സമയം ഒരു സമരിയ സ്ത്രീ കടന്നു വന്നു വെള്ളം കോരാൻ. പാപജീവിതമായിരുന്നു, ആരും അറിയാതെ കടന്നു വന്നതാണ്. യേശു അവളെ ശുദ്ധീകരിക്കാൻ പോവുകയാണ്, ആത്മാവിൽ നിറയ്ക്കാൻ പോവുകയാണ്. വലിയൊരു കൗൺസിലിംഗ് നടത്തി. അവൾ പറഞ്ഞു, എനിക്ക് വെള്ളം വേണം. അവൾ പറഞ്ഞു, അങ്ങ് യഹൂദൻ, ഞാൻ സമരിയക്കാരി, താഴ്ന്ന ജാതി, എങ്ങനെ അങ്ങ് വെള്ളം കുടിക്കും? അവിടെ ആത്മാവിൻ്റെ ജലത്തെക്കുറിച്ച് കർത്താവ് വെളിപ്പെടുത്തി. അതുപോലെ വലിയൊരു ഉൾക്കാഴ്ച പറയുകയാണ്, വലിയൊരു സത്യം പറയുകയാണ് യേശു. അങ്ങകലെ മലയിലോ ജെറുസലേമിലോ അല്ലാതെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു കാലം വരുന്നു, ഒരു കൂട്ടർ വരുന്നു. ദൈവം ആത്മാവാണ്, ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? സമരിയക്കാരി പിന്നീട് ജനങ്ങളെ വിളിക്കാൻ ഓടിപ്പോയി, കുട അവിടെ വെച്ചിട്ട്, ഈ അത്ഭുതം കണ്ടിട്ട്. ശിഷ്യന്മാർ ഭക്ഷണമായി കടന്നു വരുന്നു. ഇവിടെയാണ് നമ്മുടെ പോയിന്റ്. ഇവിടേക്കാണ് ഇത് കൊണ്ടുവന്നത്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അറിയാത്തൊരു ഭക്ഷണം എനിക്കുണ്ട്. 32-ാം വാക്യം. നിങ്ങൾ അറിയാത്തൊരു ഭക്ഷണം എനിക്കുണ്ട്. അവർ വിചാരിച്ചു ഭക്ഷണം വാങ്ങിക്കാൻ പോയപ്പോൾ ആരോ ചിക്കൻ ബിരിയാണി യേശുവിന് മേടിച്ചു കൊടുത്തു. അത്രേ അവർ ബോധം പോയുള്ളൂ. 34-ാം വാക്യം. എന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവരുടെ ജോലി പൂർത്തിയാക്കലുമാണ് എൻ്റെ ഭക്ഷണം. ഇതാണ് എൻ്റെ ഭക്ഷണം. എൻ്റെ വിശപ്പ് ഇവിടെയാണ് മാറുന്നത്. ഞാൻ ചോദിക്കുകയാണ്, വർഷങ്ങൾക്ക് ശേഷം, പെന്തക്കോസ്താ തിരുനാളിന് ശേഷം ആത്മാവിൽ നിറഞ്ഞ അപ്പസ്തോലന്മാർ ഇങ്ങനെ പ്രസംഗിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മളൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുകയാണ് വിശ്വാസത്താൽ ജ്വലിച്ചുകൊണ്ട്. നിങ്ങളറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താ? യേശുവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും യേശുവിൻ്റെ ജോലി പൂർത്തിയാക്കലുമാണ് നമ്മുടെ ഭക്ഷണം എന്നല്ല ഇതിൻ്റെ അർത്ഥം. യേശു പറഞ്ഞതനുസരിച്ച് ഇതാണ് നമ്മുടെ ഇതിനർത്ഥം. യേശു പറഞ്ഞു, പിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കലുമാണ് എൻ്റെ ഇഷ്ടം. അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായും പ്രവർത്തിച്ചത്, ഈ ജോലി പൂർത്തിയാക്കിയത് എവിടെയെന്നറിയോ? കാൽവരി ബലിയിലാണ്, കുരിശുമരണത്തിലൂടെ. അപ്പോൾ ഇഷ്ടം പൂർത്തിയാക്കലിൻ്റെ പ്രതീകമാണ് വിശുദ്ധ കുർബാന. അങ്ങനെയെങ്കിൽ യേശു നമുക്ക് തരുന്ന ഭക്ഷണം അവൻ്റെ ശരീരവും രക്തവുമാണ് വിശുദ്ധ കുർബാനയിലൂടെ. നമ്മൾ ഈശോയെ സ്വീകരിക്കുന്നു. ഈശോ ഉള്ളിൽ ചെന്ന് പിതാവിന് ഇഷ്ടം പ്രവർത്തിക്കുന്നു, പിതാവിൻ്റെ ജോലി പൂർത്തിയാക്കുന്നു നമ്മളിലൂടെ. ഇങ്ങനെയാണ് നടക്കുന്നത്. അതല്ലേ മദർ തെരേസ പറഞ്ഞത്? ഇന്ദിരാഗാന്ധി ചോദിച്ചു, കുഷ്ഠരോഗിയെ ചുംബിക്കുന്ന മദർ തെരേസയെ കണ്ട് ഇന്ദിരാഗാന്ധി ചോദിക്കുകയാണ്, അമ്മയ്ക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു? മദർ തെരേസ പറഞ്ഞു, എനിക്ക് സാധിക്കില്ല, ഞാൻ സ്വീകരിക്കുന്ന ഈശോയിലൂടെയാണ്. ഈശോയാണ് ഇത് ചെയ്യുന്നത്, വിശുദ്ധ കുർബാന. കണ്ടോ? ഇനി സമരിയക്കാരോട് പറഞ്ഞു, ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. ഇതെന്താ? ആരാധനാലയങ്ങളിൽ മാത്രമല്ല, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ, കുടുംബത്തിലായാലും സമൂഹത്തിലായാലും തീച്ചൂളയിലായാലും ജയിലറയിലായാലും സിംഹക്കുഴിയിലായാലും ഏതവസ്ഥയിലായാലും അവിടെ വിശുദ്ധ കുർബാനയിലൂടെ നീ സ്വീകരിക്കുന്ന ഈശോ ഹൃദയത്തിലുണ്ട്. അപ്പം ഹൃദയം സക്രാരിയാക്കി, അരുളിക്കയാക്കി ഈശോയെ ഹൃദയത്തിൽ എഴുന്നള്ളിച്ച് നമുക്ക് ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ സാധിക്കും. അവിടെ ദൈവസാന്നിധ്യം നിറയും. ഇങ്ങനെയുള്ളവർ വീണു പോകില്ല, മരിക്കാൻ തയ്യാറായിരിക്കും. ഇങ്ങനെയുള്ളവരാണ് അമ്മയെപ്പോലെ പറയുക, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരിനെ വേർപ്പെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ ഒന്നും എന്നെ വേർപ്പെടുത്തില്ല. ഈ ഒരു അഭിഷേകത്തിലേക്ക് നമുക്ക് നിറയാം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന അഭിഷേകം. ആമേൻ.